നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ നാഷണൽ വാട്ടർവേസ് ആണ്, ദേശീയ ജലപാതകൾ. ഇതിൽ പ്രധാനമായിട്ടും 5 നാഷണൽ വാട്ടർവേസും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 അതായത് ഈ 5 പഠിക്കുന്നതിൽ ഒരെണ്ണം കേരളത്തിലെയാണ്. ടോട്ടൽ കേരളത്തിൽ 5 ഉണ്ട്. നാഷണൽ വാട്ടർവേസ് 8, 9, അതേപോലെ 13, 59. ഈ 4 കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന നാഷണൽ വാട്ടർവേസ് 3 കേരളത്തിൽ തന്നെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് കേരളത്തിൽ ആകെ എത്ര എണ്ണം ഉണ്ട്? 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒന്നാമത്തെ നോക്കാം. നാഷണൽ വാട്ടർവേസ് 1 ഏറ്റവും അധികം PSC പരീക്ഷകളിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നാഷണൽ വാട്ടർവേസ് 1 എന്ന് പറയുന്നത് അലഹബാദ് ടു ഹാൽഡിയ ആണ്. അത് പഠിച്ചു വയ്ക്കുക, അലഹബാദ് ടു ഹാൽഡിയ. ഇനി ഇതിൽ ഉൾപ്പെടുന്ന നദി ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. അപ്പോൾ PSCക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അതായത് നാഷണൽ വാട്ടർവേസ് അല്ലെങ്കിൽ അലഹബാദ് ടു ഹാൽഡിയ നാഷണൽ വാട്ടർവേസ് 1 ഉൾപ്പെടാത്ത നദി അല്ലെങ്കിൽ കനാൽ ഏതാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നത് നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റും. നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതറിയാം. ഇനി ഫ്രഷായിട്ട് ആരെങ്കിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് പഠിച്ച് തുടങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അലഹബാദ് ടു ഹാൽഡിയ ആണ്. അലഹബാദ് ടു ഹാൽഡിയ, ഗംഗ, ബ്രഹ്മപുത്ര, ഹൂഗ്ലി. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ കിലോമീറ്റർ 1620 കിലോമീറ്റർ ആണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 4 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. 1620 കിലോമീറ്റർ ആണ് ആകെയുള്ള ദൈർഘ്യം. നാഷണൽ വാട്ടർവേസ് 1 എന്ന് പറയുന്നത് അലഹബാദ് ടു ഹാൽഡിയാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ദേശീയ ജലപാത 2, സാദിയ മുതൽ ധുബ്രി വരെ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അത് അസമിലാണെന്ന് ഓർമ്മയാണ്. നമ്മൾ ബ്രഹ്മപുത്രയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. സാദിയ, ധുബ്രി നമ്മൾ പഠിച്ചതാണ്. നാഷണൽ വാട്ടർവേസ് 2 കടന്നു പോകുന്നത് സാദിയ, ധുബ്രി വഴിയാണ് കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി നദീ കനാലുകൾ. അപ്പോൾ നദി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നദിയേ ഉള്ളൂ, ബ്രഹ്മപുത്ര നദി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇനി ആകെ ദൂരം 891 കിലോമീറ്റർ. അതിൽ നിങ്ങളിങ്ങനെ പഠിക്കുക, 8 1 എത്ര കിട്ടുന്നത്? 9. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ദൂരം കിട്ടും അല്ലേ? 8 3 9, അതായത് 891 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി സംസ്ഥാനം നമ്മൾ പഠിച്ചു, അസമാണ്. അപ്പോൾ നാഷണൽ വാട്ടർവേസ് 1 ഏതൊക്കെയാണ്? 1 ഏതാ? അലഹബാദ്, ഹാൽഡിയ. 2 സാദിയ, ധുബ്രി. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇനി നാഷണൽ വാട്ടർവേസ് 3 നമ്മുടെ കേരളത്തിലെ. ഇവിടെ പലർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണോ, കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണോ എന്ന്. ഇവിടെ 2016 ദേശീയ ജലപാത നിയമം അനുസരിച്ച് നാഷണൽ വാട്ടർവേസ് 3 അതായത് കേരളത്തിലെ NW3 ദൈർഘ്യം കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയും നീട്ടി, അല്ലെങ്കിൽ ഈ കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളും NW3 ഭാഗമാണെന്ന് ആര് നിയമത്തിൽ കൊണ്ടുവരുന്നു? ദേശീയ ജലപാത നിയമത്തിൽ ഇത് വരുന്നു 2016. അതനുസരിച്ച് 365 കിലോമീറ്റർ ആണ് അവർ പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് 365 കിലോമീറ്റർ. അതായത് നിലവിലുള്ള 205 കിലോമീറ്ററിനോടൊപ്പം വെസ്റ്റ് കോസ്റ്റ് കനാലിലെ ബാക്കിയുള്ള 160 കിലോമീറ്റർ കൂടി ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ 365 എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. നമുക്ക് അതിനു മുമ്പ് ഇവിടുത്തെ ചില പോയിന്റ്സ് കൂടി ഒന്ന് പഠിച്ചിട്ട് താഴേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കൊല്ലം, കോട്ടപ്പുറം, അതറിയാലോ. ഇനി 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ ഇന്ത്യയിലെ ആദ്യ ജലപാതയാണിത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ ബോട്ട് ജെട്ടിയായത് ഏതാണ്? വൈക്കം ഈ ജലപാതയുടെ ഭാഗമാണ്. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതിൽ വെസ്റ്റ് കോസ്റ്റ് കനാലിൽ ഉൾപ്പെടുന്നത് കോട്ടപ്പുറം മുതൽ കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ടു കോട്ടപ്പുറമാണ്. 168 കിലോമീറ്റർ ആണ് കൊല്ലം കോട്ടപ്പുറം ഈ വെസ്റ്റ് കോസ്റ്റ് കനാലിൽ ഉൾപ്പെടുന്നത്. ഇനി ഉദ്യോഗമണ്ഡലിൽ വരുന്നതോ? ഉദ്യോഗമണ്ഡൽ കനാലിനകത്ത് വരുന്നത് 23 കിലോമീറ്റർ ആണ്. ചമ്പക്കര കനാലിൽ 14
കിലോമീറ്ററുമാണ് വരുന്നത്. അപ്പോൾ ഈ 3 ഡിസ്റ്റൻസും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 205 എന്ന് കിട്ടുന്നത് കേട്ടോ. ഇത്രയും മനസ്സിലായ. വെസ്റ്റ് കോസ്റ്റ് കനാൽ, അതല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ ഉൾപ്പെടുന്നതാണ് കൊല്ലം കോട്ടപ്പുറം, അത് 168 കിലോമീറ്ററാണ്. ഈ ഉദ്യോഗമണ്ഡൽ കനാൽ എന്ന് പറഞ്ഞാൽ 23 കിലോമീറ്ററാണ്. അതിൽ കൊച്ചി പാതാളം ആണ് ഉൾപ്പെടുന്നത്. മൂന്നാമത്തത് ചമ്പക്കര കനാലാണ്, അതിൽ കൊച്ചി അമ്പലമുകൾ ഡിസ്റ്റൻസ് ആണ് ഉൾപ്പെടുന്നത്. സോ ഈ 3 കൂടെ ചേർന്ന് 205 കിലോമീറ്ററാണ് നിലവിൽ ഉള്ളത്. ബാക്കിയുള്ള 160 കിലോമീറ്ററിന് ഡെവലപ്ഡ് ആയി വരുമ്പോൾ നാഷണൽ വാട്ടർവേസ് 3ൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറും? 365 ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നാഷണൽ വാട്ടർവേസ് അല്ലെങ്കിൽ ദേശീയ ജലപാത നിയമം 2016 പ്രകാരമാണ് NW3ൻ്റെ ദൈർഘ്യം കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയുണ്ട് എന്ന് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞാൻ വായിച്ച ചില ന്യൂസിൽ കണ്ടത് 328 മുതൽ 370 വരെ ആകാം. ഇതിന് ഇടയിൽ എവിടെ വേണമെങ്കിലും ആവാമെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഒഫീഷ്യൽ PDF സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ PDF പറഞ്ഞിരിക്കുന്നത് 365. ആ ഒരു 365 കൂടെ കൂട്ടിയിട്ടാണ് നിലവിലെ ഇന്ത്യയിലെ നാഷണൽ വാട്ടർവേസുകളുടെ ആകെ ദൂരം അവർ കണക്കാക്കിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്റ്റഡ് ആയല്ലോ. PSC ചോദിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം തന്നെയാണ് നിലവിൽ. കാരണം മറ്റേ പദ്ധതി ഈ ഒരു ഡിസംബർ കൊണ്ടേ ഡെവലപ്പ് ആവും എന്നൊക്കെയാണ് മുൻപ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അതെന്താവും നമുക്ക് അറിയില്ല. NW3ൻ്റെ ഡിസ്റ്റൻസ് PSC ചോദിച്ചാൽ ഒന്നുകിൽ 205 ആയിരിക്കും ഓപ്ഷനിൽ വരുന്നത്. 205 തന്നെയാണ് 90% ഓപ്ഷനിൽ വരാൻ സാധ്യത. ഇനി 365 വന്നാൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്, 365 എഴുതുക. അതുപോലെ തന്നെ കൊല്ലം കോട്ടപ്പുറത്തിന് പകരം കൊല്ലം കോഴിക്കോട് എന്ന് വന്നാൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. കാര്യം ഈ ഒരു ദേശീയ ജലപാത നിയമത്തിൽ പ്രഖ്യാപിച്ചത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പം നിലവിൽ എത്ര? 205 കിലോമീറ്റർ. ഇനി നാഷണൽ വാട്ടർവേസ് 4 കാക്കിനട പുതുച്ചേരിയാണ്. ഇതിലുൾപ്പെടുന്ന നദികൾ ഗോദാവരി കൃഷ്ണ നദികളാണ്. ബാക്കി നിങ്ങൾ നോക്കണ്ട, ഗോദാവരി കൃഷ്ണ നദികളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഇനി സൗത്ത് നോർത്ത് ബക്കിംഗ്ഹാം കനാൽ, എളുരു കനാൽ, കാക്കിനട കനാൽ. അപ്പോൾ ഇത്രയാണ് ബാക്കിയുള്ള കനാലുകൾ എന്ന് പറയുന്നത്. അപ്പം നദികൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഗോദാവരി കൃഷ്ണ, അത് നിങ്ങൾ പഠിച്ചാൽ മതി, നദികളെ ചോദിക്കും. ഏറ്റവും അധികം ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് 4ാമത്തെ നാഷണൽ വാട്ടർവേസ് 4. 2890 കിലോമീറ്ററാണ് ആകെ ദൈർഘ്യം. 2890 കിലോമീറ്ററാണ് ആകെയുള്ള ദൈർഘ്യം. ഇനി ഇതിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര. ടോട്ടൽ 5 സംസ്ഥാനങ്ങളിലൂടെയാണിത് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക. അപ്പോൾ ഈ 5 സ്റ്റേറ്റാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന നാഷണൽ വാട്ടർവേസ് 4 ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി 5 പഠിക്കാനുള്ളത്. 5 ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ബ്രഹ്മണി നദിയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ഉൾപ്പെട്ട നാഷണൽ വാട്ടർവേസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 നാഷണൽ വാട്ടർവേസ് NW5 ആണ്. ഇത് താൽച്ചർ മുതൽ പാരദ്വീപ് വരെ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുകയാണ്, താൽച്ചർ ടു പാരദ്വീപ്. നിങ്ങൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഈ ബ്രാഹ്മണി മഹാനദി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിൽ പൂർവ്വതീര കനാൽ, മദായ് നദി, ബ്രാഹ്മണി, ഖർസുവ, താമ്ര മഹാനദി. നിങ്ങൾ മഹാനദിയും ബ്രഹ്മണി മാത്രം നിങ്ങൾ പഠിക്കുക. പിന്നെ പൂർവ്വതീര കനാലാണെന്ന് കൂടി പഠിക്കുക. പൂർവ്വതീര കനാൽ പഠിക്കണം. നമ്മുടെ ഏതാണ്? നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏതാ? വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. മനസ്സിലായല്ലേ? അതായത് പശ്ചിമതീര കനാൽ എന്നറിയപ്പെടും. കേരളത്തിൽ പശ്ചിമതീര കനാലും ഇവിടെ ബ്രഹ്മണി മഹാനദി എന്ന് പറയുന്നത് പൂർവ്വതീര കനാലും എന്നും അറിയപ്പെടും. ഇവിടെ 588 കിലോമീറ്റർ ആണ് ടോട്ടൽ. പക്ഷേ SCRTയിൽ കഴിഞ്ഞ പഴയ SCRTയിൽ 623 കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഇവരുടെ ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ നമ്മൾ പിന്നെ വേറെ പഠിക്കേണ്ടത് അതാ കിടക്കുന്നു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ ആൻഡ് മദായ് റിവർ ഉൾപ്പെടുന്ന NW5 ഉൾപ്പെടുന്നത് 588 കിലോമീറ്റർ ആണ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിച്ചാൽ മതി. ഇനി ഒഡീഷ, വെസ്റ്റ് ബംഗാളാണ് ഇതിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആകെ ദേശീയ ജലപാത ദൈർഘ്യം 20,275.5 ആണ്. ഈ 20,275.5 ഈ പറയുന്ന 365, അതായത് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന 160 കിലോമീറ്റർ കേരളത്തിലെ ഇതുകൂടി ചേർത്തിട്ടാണ് അവർ കൂട്ടിയേക്കുന്നത്. സോ നമുക്ക് പഠിക്കണോ പഠിക്കണ്ടേന്ന് ചോദിച്ചാൽ അറിയില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ PSC എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതുക. എന്തായാലും 365ഉം 205ഉം കൂടെ തരില്ല. രണ്ടും തന്നാലും നമുക്ക് ഉറപ്പായിട്ടും ഡിലീഷൻ പോകും. ഇപ്പോൾ 2 തരികയാണ് തന്നാൽ നിങ്ങൾ 205 എഴുതി,
ഇപ്പം ഞാൻ 365 എഴുതി. ഈ ഒരൊറ്റ PDF ഇവിടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇത് PSC കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 205 ഇപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 205 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് PSC ചോദിക്കുന്നത്, അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ. ബാക്കിയുള്ള 160 കിലോമീറ്റർ ഡെവലപ്പ് ആയിട്ടില്ല, ഫുള്ളി വർക്കിംഗ് ആയിട്ടില്ല. സോ അതും കൂടി ആകുമ്പോഴാണ് 365 ആവുന്നതെന്ന് പഠിക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും അധികം ദൈർഘ്യമുള്ളത് എവിടെയാണ്? 2890 കിലോമീറ്റർ. ഏറ്റവും അധികം ദൈർഘ്യം ഏതാ? NW4-നാണ് 2890 കിലോമീറ്റർ. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. ഇവിടെ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്: ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി കേരളത്തിലെ മറ്റ് ദേശീയ ജലപാതകളാണ് നാഷണൽ വാട്ടർവേസ് 8, 9, 13, 59. 8, 9, 13, 59. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്, ഇതൊന്നും ചോദിച്ചിട്ടേ ഇല്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ, അതിന് 28 കിലോമീറ്ററാണ് നാഷണൽ വാട്ടർവേസ് 8 എന്നറിയപ്പെടും. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിൽ 28 കിലോമീറ്ററാണ് നാഷണൽ വാട്ടർവേസ് 8 എന്ന് പറയുന്നത്. ഇനി ദേശീയ ജലപാത 9, അതും ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാൽ. ഇതൊക്കെ ചോദിക്കാൻ വേണം കേട്ടോ. 38 കിലോമീറ്ററാണ് ടോട്ടൽ വരുന്നത്. ഇനി ഇതൊന്ന് ഓർത്ത് വെച്ചോ. നാഷണൽ വാട്ടർവേസ് 13. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ നാഷണൽ വാട്ടർവേസ് ആണ് നാഷണൽ വാട്ടർവേസ് 13. ഇതിൽ ഉൾപ്പെടുന്നത്, ഇത് തമിഴ്നാട് കേരള ബന്ധിപ്പിക്കുന്ന ഒന്നാണെന്നാണ് പഠിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. പൂവാർ മുതൽ ഇരയമ്മൻ തുറ കനാൽ, അല്ലെങ്കിൽ AVM എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒഫീഷ്യൽ PDF-ൽ AVM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പൂവാർ മുതൽ ഇരയമ്മൻ തുറ കനാൽ വരെ ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേസ് 13 എന്ന് പറയുന്നത്. ടോട്ടൽ കിലോമീറ്റേഴ്സ് 11 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ നാഷണൽ വാട്ടർവേസ് 13 എന്ന് ഓർക്കുമ്പോൾ അതിൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് അതിൻ്റെ കിലോമീറ്റർ കിട്ടും എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നാഷണൽ വാട്ടർവേസ് 15-9. ഇതിൽ ഉൾപ്പെടുന്നത് കോട്ടയം വൈക്കം കനാലാണ്. കോട്ടയം വൈക്കം കനാലാണ്. ടോട്ടൽ കിലോമീറ്റേഴ്സ് 28 ആണ്. സോ നിങ്ങൾ ഇതുകൂടി നോക്കുക. ഇതിൽ ഞാൻ കുറച്ചുകൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഞാൻ പറഞ്ഞത് നാഷണൽ വാട്ടർവേസ് 13 ആണ്. അതിൽ കേരള തമിഴ്നാട് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനത് പഠിക്കാൻ പറഞ്ഞത്. പിന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സ് പഠിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഈ ഒഫീഷ്യൽ PDF നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ വാട്ടർവേസ് 11 കിലോമീറ്ററാണ് ആകെയുള്ളത്. AVM കനാൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. AVM കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പൂവാർ ഇരയമ്മൻ തുറ എന്നോ അല്ലെങ്കിൽ AVM കനാൽ എന്നോ, AVM കനാൽ എന്നായിരിക്കും മേ ബി ചോദിക്കാൻ സാധ്യത കൂടുതൽ. സോ AVM കനാൽ എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. അതിന് 11 കിലോമീറ്റേഴ്സാണ്. തമിഴ്നാടാണ് കേരള. ബാക്കി ഏതൊക്കെയാണ്? NW8 ഉണ്ട്, 9 ഉണ്ട്, 59 ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ 4 എണ്ണവും പിന്നെ നമ്മുടെ NW5, NW3യും കൂടി ചേർത്ത് ടോട്ടൽ 5 നാഷണൽ വാട്ടർവേസ് ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ബാക്കിയുള്ള നാഷണൽ വാട്ടർവേസ് എല്ലാം ഞാൻ ഈ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളേ അല്ല, ജസ്റ്റ് ഒരു റെഫറൻസ് ഓൺലി. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ സംസ്ഥാനത്താണെന്നും എത്ര നാഷണൽ വാട്ടർവേസ് ഉണ്ടെന്നും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 111 നിലവിലുള്ളതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ PDF അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ PDF നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ ചെക്ക് ചെയ്യുക.